ഭാരതത്തിലെ സനാതന സംസ്കാരപ്രിയരും ഹൈന്ദവരും അറിയാൻ ചിലത് പറയാം. ഈ രാജ്യത്തിൻ്റെ ബലമെന്നത് ഇവിടത്തെ അറിവുകളും ഈ അറിവുകൾ കലർത്തിവച്ച കഥകളുമാണ്. ഓരോ കഥയ്ക്കും യോജിച്ച ഒരു ക്ഷേത്രവും ഒരു മരവും ഒരു ദേശവും ഒരു കുളവും ഒരു പുഴയുമൊക്കെയായി അതങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ഇതിനൊന്നും ഒരു ശ്രദ്ധയുമില്ലാതെ യുക്തിവാദവുമായി ഞാൻ കുറേ കാലം നടന്നിരുന്നു. പ്രഭാതം ചുവക്കുന്നത് നോക്കി നടന്ന ഒരു യൗവനകാലം. പിന്നെ കഥകളിലൂടെ നടന്നപ്പോൾ എൻ്റെ കൗതുകം ഏറിയേറി വന്നു. അലഞ്ഞുതിരിഞ്ഞ യാത്രകളിലൂടെ അത് അനുഭവം കലർന്ന അത്ഭുതമായി മാറി. പതിയെ മനസ്സിലായി ഭാരതം എടുത്തുകളഞ്ഞത് ഊർജങ്ങളെയാണെന്ന്. അത് കാണാനാവാത്തതും അനുഭവിച്ചു മാത്രം ആസ്വദിക്കാനാവുന്നതുമായതിനാൽ ആ അദൃഷ്ട ഊർജത്തെ ക്ഷേത്രങ്ങളിലും കഥകളിലും നിറച്ചുവെച്ചു. തുടർന്ന് ആ ക്ഷേത്രം നിൽക്കുന്ന ഭൂമിക്ക് ആ ഊർജപ്രഭാവത്തിൻ്റെ അഥവാ ദേവതയുടെ പേര് വന്നു. മംഗളാദേവിയുടെ പുരം മംഗലാപുരമായും ത്രിപുരസുന്ദരിയുടെ ഇടം അഥവാ ശക്തിപീഠം ത്രിപുരയും കോലാപുര നിവാസിനിയുടെ ഇടം കോലാപൂരും ഖണ്ഡവദാഹം കഴിഞ്ഞ് മണ്ണാറിയ ഇടം മണ്ണാറശാലയായും അനന്തപത്മനാഭന്റെ മണ്ണ് അനന്തപുരിയും അങ്ങനെ ദൈവമില്ല എന്ന അഹോരാത്രം പുലമ്പിക്കൊണ്ടിരിക്കുന്നവർക്ക് ഗോവിന്ദനെന്നും ഗോപാലനെന്നും വിജയനെന്നും കൃഷ്ണനെന്നും ശങ്കരനെന്നും പാർവതിയെന്നും പേര് വന്നതുപോലും ഈ സംസ്കാരത്തിൻ്റെ ആഴത്തിലുള്ള വേരുകളുടെ തെളിവാണ്. രാമായണവും സംസ്കൃതവും ചെന്തമിഴും മഹാഭാരതവും വേദവും ദേവതയും വേണ്ടെന്നു വച്ചാൽ ഈ രാജ്യം ശുദ്ധശൂന്യമാകും എന്നർത്ഥം. സ്വന്തം ദേശത്തുള്ള ക്ഷേത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ അമ്പലത്തിനു പുറകിലും ഒരുപാട് മനോഹരമായ കഥകളുണ്ട്. ഒരു വിശേഷ തത്വത്തെ കാലാകാലം ഓർത്തുവയ്ക്കുവാനുള്ള ഭംഗിക്കൂട്ടുകളാണ് ആ കഥകൾ. ചെറിയ 2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. മാർക്കണ്ഡേയ പുരാണവുമായി ബന്ധപ്പെട്ട കഥകളാൽ ചുറ്റപ്പെട്ടതാണ് നവാമുകുന്ദ ക്ഷേത്രവും തൃപ്പങ്ങോട് ശിവക്ഷേത്രവും. കാലനില്ലാത്ത കാലം എന്ന ആ കാലഘട്ടം തുടങ്ങിയത് തൃപ്പങ്ങോട് ശിവക്ഷേത്രത്തിൽ നിന്നാണ്. ക്ഷേത്രത്തിൻ്റെ പഴക്കമറിയാൻ ക്ഷേത്രമിരിക്കുന്ന ഇടത്തുവച്ച് നടന്നതായി പറയുന്ന ഈ കഥകൾ ആ ഭൂമിയിൽ അവശേഷിപ്പിച്ച അടയാളങ്ങളിലൂടെ കഴിയും. അതായത് ക്ഷേത്രഭൂമിയിലെ ഒരു കല്ലോ മരമോ പിച്ചളയോ വിഗ്രഹമോ പരിശോധിച്ചാൽ അറിയാം, കാലങ്ങളോളം കാലത്തെക്കുറിച്ച് കഥകൾ പറയുവാനുള്ള പ്രായം ഈ മുത്തച്ഛനുണ്ട് എന്ന്. അത്തരം കഥകളുടെ തായ്വേരുകൾക്ക് പുണ്യസ്നാനത്തിലൂടെ ജീവജലം അർപ്പിക്കലാണ് ഭാരതപ്പുഴയുടെ ജലനിരപ്പിൽ നിളാദേവിയുടെ മടിത്തട്ടിൽ ഹൈന്ദവ വിശ്വാസികൾ ഇപ്പോൾ നടത്തുന്ന മഹാമഘ മഹോത്സവം. അപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഈ ആധികാരികതയും ബലവും അഭിമാനവും ഭംഗിയും തകർക്കാൻ എന്തു ചെയ്യാം എന്ന് ചിലർ ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? നല്ലതൊന്നും ഇഷ്ടമില്ലാത്ത അനേകരുണ്ട് ഈ രാജ്യത്ത്. ചന്തമുള്ളതെല്ലാം തകർന്നു കാണുവാനാണ് ഈ കൂട്ടർക്കിഷ്ടം. ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അപമാനപ്പെടുത്തുന്നതിലേക്കാണ് ഇവർക്ക് അഭിമാനം. മാനം വിറ്റും നേടിയ കാശേറെ കയ്യിലുണ്ട് താനും. എന്നാൽ പിന്നെ ഹിന്ദുവിനെ ഉദ്ധരിക്കാം എന്ന് പറഞ്ഞ് പറ്റിക്കാം. ഉദ്ധരിച്ചുദ്ധരിച്ച് ഹിന്ദുവിനെ അങ്ങ് വിടക്കാക്കാം. അങ്ങനെയും നേടാമല്ലോ പരലോകത്ത് പുണ്യം. അത്തരത്തിലുള്ള ഉദ്ധരിപ്പിൻ്റെ വിളനിലത്തിലാണ് ലഹരിയുടെ ചടുലതയിൽ വേടൻ്റെ വായ്പാട്ടും അലോഷ്യസിൻ്റെ വിപ്ലവഗാനവും ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലെത്തിയത്. അത്തരത്തിലുള്ള പുനരുദ്ധാരണ തട്ടിപ്പിലൂടെയാണ് അയ്യൻ്റെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും കട്ടിളയും ശിവവ്യാളി രൂപങ്ങളും പഞ്ചലോക വിഗ്രഹങ്ങളും എന്നു തുടങ്ങി സർവ്വതും മോഷ്ടിക്കപ്പെട്ടത്. കൂടാതെ ചെട്ടുകുളങ്ങരയിലും വൈക്കത്തും മറ്റു പല പ്രധാന ക്ഷേത്രങ്ങളിൽ നിന്നും വിലപിടിപ്പുള്ളത് മോഷ്ടിക്കുവാനുള്ള എളുപ്പവഴി ക്ഷേത്രം പുനരുദ്ധരിക്കലാണ്. എല്ലാം പൊളിക്കാം, എല്ലാ അടയാളങ്ങളും നീക്കം ചെയ്യാം. പൊളിച്ചു മാറ്റിയ പഴയ വസ്തുക്കൾ കോടികൾക്ക് വിറ്റ് ഹിന്ദുവിനെ ഉദ്ധരിക്കാം. ഇറക്കിയ പണം 10 തിരിച്ചു പിടിക്കാം. തന്ത്രിയെയും പൂജാരിയെയും ജ്യോത്സ്യനെയും പണിക്കരെയും വിഹിതം കൊടുത്ത് വശത്താക്കാം. ഹിന്ദു അവൻ്റെ സ്വത്വം തിരിച്ചറിയുക. കഥകളിൽ ഒളിഞ്ഞിരിക്കുന്ന വിശ്വാസ തലങ്ങളെ തിരിച്ചറിയുക. ഓരോ ചുവടും സസൂക്ഷ്മം വയ്ക്കുക. നമ്മുടെ കാവുകളുടെയും കുളങ്ങളുടെയും മച്ചിൻമുകളിലെ മുത്തശ്ശി കഥകളുടെയും പൊരുൾ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക. നന്മയുടെ വിളനിലമായി അവരുടെ മനസ്സുകളെ ചിന്തകളെ മാറ്റിയെടുക്കുക. എല്ലാവർക്കും മന്ത്രയുടെ ആശംസകൾ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.